പത്മാസനം പോസിൽ നട്ടെല്ലിനെ കൈകാര്യം ചെയ്യൽ. പത്മാസനത്തിലിരിക്കുക. രണ്ട് കൈകളും പിൻഭാഗത്ത് കോർത്തുപിടിക്കുക. കണ്ണുകൾ അടച്ചിരിക്കുക. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പിന്നീട് ഉച്ഛ്വസിക്കുമ്പോൾ വലത് കാൽമുട്ടിനു മുകളിൽ ശിരസ് വയ്ക്കുക. ഇതേ പൊസിഷനിൽ അല്പനേരം ഇരിക്കുക. നിങ്ങളുടെ ശിരസ്സുകൊണ്ട് കാൽമുട്ടിൽ തൊടാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, കഴിയുന്നിടത്തോളം മാത്രം ചെയ്യുക. തുടർന്നുള്ള പരിശീലനം കൊണ്ട് നിങ്ങൾക്കിത് തീർച്ചയായും ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ശിരസ് കാൽമുട്ടിന്മേൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ താടി കാൽമുട്ടിൽ തൊടുന്നതുപോലെ വയ്ക്കാവുന്നതാണ്. ശരീരത്തിൽ പുൾ, സ്ട്രെച്ച് എന്നിവ തോന്നുന്ന ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നേരെ നിവർന്നിരിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് ശിരസ് ഇടത് കാൽമുട്ടിനുമേൽ വയ്ക്കുക. ഇതേ പൊസിഷനിൽ ഇരിക്കുക. വലത് കാൽമുട്ടിൽ ശിരസ് വെച്ചിരുന്ന അത്രയും സമയം തന്നെ ഇപ്പോഴും ഇരിക്കുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശിരസ് ഉയർത്തുക. ഈ അഭ്യാസം 3 തവണയെങ്കിലും ചെയ്യണം. പിന്നീട് ശിരസിന്റെ പിന്നിൽ കൈകൾ കോർത്തുപിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പിന്നീട് ഉച്ഛ്വസിക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് വളയുക. കൈമുട്ടുകൾ തറയിൽ മുട്ടുന്നതുപോലെ ഇരിക്കട്ടെ. സാധാരണഗതിയിൽ ശ്വസിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ ആസനം ചെയ്യുമ്പോൾ സ്ട്രെച്ച് അനുഭവപ്പെടുന്ന സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതേ പൊസിഷനിൽ അല്പനേരം തുടരുക. പിന്നീട് സാവധാനം ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് നിവർന്നിരിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ഇതേ അഭ്യാസം ഇടതുഭാഗത്തും ചെയ്യുക. വലതുഭാഗത്ത് ചെയ്തപ്പോൾ എടുത്ത അതേ സമയം തന്നെ ഈ പൊസിഷനിലും ഇരിക്കുക. ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് ശരീരം നേരെ കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. വേണമെങ്കിൽ റിലാക്സ് ചെയ്യുമ്പോൾ കാലുകൾ മുന്നിലേക്ക് നീട്ടാവുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ശരീരത്തിലായിരിക്കണം. കണ്ണുകൾ അടയ്ക്കുക. ശരീരം ലഘുവാകുന്നതറിയുക. ലഘുവാകുന്നു. കൂടുതൽ ലഘുവാകുന്നു. പ്രയോജനങ്ങൾ: